ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക്. ചിലപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് മരം വെട്ടുന്ന ശബ്ദം കേട്ടെന്നിരിക്കാം. നിങ്ങളങ്ങനെ കേൾക്കാമെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് മരങ്ങളുണ്ട്, കുറച്ചധികം തന്നെ മരങ്ങളുണ്ട്. സോ അവരിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർ പോയി കഴിഞ്ഞ ശേഷം റെക്കോർഡ് ചെയ്യാമെന്ന് എഴുതിയിട്ട്. പക്ഷെ അവർ ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങ് റെക്കോർഡ് ചെയ്യാമെന്ന്. എപ്പോഴൊന്നും കേൾക്കത്തില്ല, ഇടയ്ക്കൂടെ അങ്ങനെ കേട്ടെന്നിരിക്കാം. നിങ്ങൾ വിചാരിക്കരുത് അതെൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്ന്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കരൺ ആച്ചി എടുത്ത് അവൻ്റെ ഫീലിങ്സ് തുറന്നു പറയുന്നതായിരുന്നു. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത് പറയുന്നുണ്ട്, ആച്ചി എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കോവർക്കറിനപ്പുറം ഒരു ഫ്രണ്ടിനപ്പുറം നിൻ്റെ പേരിൽ എനിക്കൊരു ഫീലിങ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ അവൻ സോറിയും പറയുന്നുണ്ട്. കാരണം ആച്ചി അവനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കണ്ടിട്ട് അവന് വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഓഫീസിൽ. അപ്പോൾ കരൺ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കാരണം നമ്മുടെ ആച്ചിയെ സ്നേഹിച്ച് തന്നെയാണ് സോറി പറയുന്നത്. ഇവന് ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ആച്ചി തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നമ്മുടെ കരണത്തെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ, അവൻ നിന്നങ്ങ് പരുങ്ങുവാണ്. ഇവരിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ കരണമെന്നുണ്ടെങ്കിൽ വിഷമം വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും ഇന്ന് നൈറ്റ് എൻ്റെ റൂമിൽ പോയി ചെന്ന് സ്റ്റേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കരൺ തിരിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ ആച്ചിയുടെ മൈൻഡിൽ എനിക്കിത് എന്താ പറ്റിയത്, എനിക്കറിയാം കരണിന് എന്തായാലും എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. പക്ഷെ എന്തുകൊണ്ടാണ് അവൻ്റെ അടുത്ത് എനിക്കൊരു മറുപടി പറയാൻ സാധിക്കാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് അവൻ്റെ മുമ്പിൽ സംസാരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ബോട്ട് അങ്ങ് പോകുന്നുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് നിന്ന് കരഞ്ഞിട്ടാണ് അവൻ റൂമിലേക്ക് പോകുന്നത്. റൂമിലേക്ക് ചെന്ന പാടെ തന്നെ ഒരു വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ആച്ചി, അത് കയ്യിലെടുത്ത് വെച്ചിട്ട് അവനിങ്ങനെ ആലോചിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഇവർ ഫസ്റ്റ് ടൈം ആ ഒരു കമ്പനി ജോയിൻ ചെയ്ത ആ ഒരു സമയമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആച്ചിയും. കാരണം ആച്ചി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് കയ്യിൽ കുറച്ചധികം നോട്ട്സ് ഉണ്ട്. അവനെപ്പോഴും ആ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള നോട്ട്സും കാര്യങ്ങളും, അതായത് ആ പ്രോജക്റ്റിനെ പറ്റിയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും അവൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അവനതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കരണ്. ആച്ചിയും അടുത്ത് തന്നെയുണ്ട്. ഈ ഒരു പ്രസന്റേഷൻ വർക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കരണിനാണ്. അപ്പോൾ തന്നെ അവിടേക്ക് നമ്മുടെ ബോസ് വരുന്നുണ്ട്. ബോസ് വന്നപ്പോൾ തന്നെ ആച്ചി എല്ലാം ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കരണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്താ അവിടെ പോയി ചെന്നിരിക്കുന്നത്, നീ ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നു പറഞ്ഞിട്ട് കരണിനെ പിടിച്ചിട്ട് ഇപ്പുറത്തെ സീറ്റിലോട്ട് ഇരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവന് ഈ ഒരു നോട്ട്സും കാണിക്കുന്നുണ്ട്. ദാ നോക്കിയേ, ഞാൻ നോട്ട്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ബോസ് ആണെങ്കിൽ നോട്ട്സ് കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചങ്ങ് താഴത്തേക്ക് ഇട്ടിട്ട്, എന്തിനാണ് നോട്ട്സ് ഒക്കെ, നീ ജനിച്ച് തന്നെ ഹാൻഡ്സം ലുക്കിലാണ്. സോ നിന്റെ ഈ ഒരു ഹാൻഡ്സം ലുക്ക് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ആ ക്ലയന്റിനെ നമ്മുടെ വശത്താക്കാം. ഈ ഒരു കമ്പനിയുടെ ഭാവി എന്ന് പറയുന്നത് ഇപ്പം നിന്റെ കയ്യിലാണെന്നൊക്കെ പറയുമ്പോൾ ആദ്യം കാരണം വല്ലാണ്ട് അങ്ങ് നോക്കുന്നുണ്ട്. ഇയാൾ ഉദ്ദേശിക്കുന്നത് വേറെ എന്താ കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ അവിടേക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലയന്റ് വരുന്നുണ്ട്. ഇവരുടെ പേര് എന്നാണ്. ഇവർ വന്നിരുന്ന പാടെ തന്നെ നമ്മുടെ കരൺ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വൈൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വൈൻ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആച്ചിയാന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും വേണ്ടെന്ന് പറയണേ, ഇതേക്കുന്ന കരണമെന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ടാന്ന് പറയണേ. ഇതേക്കുന്ന ബോസ് ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തിനാ വേണ്ടാന്ന് പറയുന്നത്, ഇത് നമ്മുടെ പുതിയ ക്ലയന്റ് അല്ലേ, സോ അവരുടെ ട്രീറ്റ് അല്ലേ, അപ്പോൾ നിങ്ങൾ എൻ്റെ കുടിക്ക് തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലയന്റിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരികയാണ് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട്. ഈ ഒരു ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ കരൺ ഇത്രയ്ക്ക് സ്ട്രെസ് ആവുന്നത്, ഇനിയും ടൈം കിടപ്പുണ്ടല്ലോ, നമുക്ക് പതിയെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് അവർ ഒരുമാതിരി മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ കരണിൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപെടാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ആച്ചി നോട്ട് ചെയ്യാണ്. കരണിൻ്റെ അടുത്ത് അത് കുടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ കരണമെന്നുണ്ടെങ്കിൽ ആ വൈൻ കുടിക്കുന്നുണ്ട്. വൈൻ കുടിച്ച പാടെ തന്നെ അവനങ്ങ് വല്ലാണ്ടാവണേ. ഇതാണെന്നുണ്ടെങ്കിൽ ആ ക്ലയന്റ് ശ്രദ്ധിച്ചിട്ട്, നീ അത് നോർമലി കുടിക്കത്തില്ലെന്നാണ് ചോദിക്കുമ്പോൾ ബോസ് ആണെങ്കിൽ ഇല്ല, അവൻ നോർമലി അങ്ങനെ കുടിക്കാറില്ല എന്ന്. അപ്പോൾ അവർ നോക്കുമ്പോഴാണെങ്കിൽ ആച്ചിയും കുടിക്കാത്ത ഗ്ലാസ് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. നീ കുടിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ആച്ചിയാണെങ്കിൽ ഓക്കെ ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് പരുങ്ങുവാണ്. അവൻ ആക്ച്വലി അത് കുടിക്കാൻ വേണ്ട. ഇതൊക്കെ കരണം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണമാണെങ്കിൽ നമ്മുടെ ആച്ചി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആച്ചി നിന്റെ കയ്യിലിരിക്കുന്ന വൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫേവറേറ്റ് ആണ്, എനിക്കത് തരുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. അതും വാങ്ങിച്ചിട്ട് നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ കുടിക്കുവാണ്. കുടിച്ച് ഇവനിങ്ങനെ ഒരുമാതിരി ഫിറ്റായ ഒരു അവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഒരു ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് എന്നിട്ട്, നീ ഒരുപാട് ഡ്രിങ്ക് ചെയ്തല്ലോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നെങ്കിൽ വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ പിന്നെ റൂം എടുക്കാം, നിനക്ക് ഇത് രണ്ടിൽ ഏതാ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു വൾഗർ രീതിയിൽ നമ്മുടെ കണ്ണെ ടച്ച് ചെയ്തതിൻ്റെ മേളിലേക്ക് വരുന്നുണ്ട്. കണ്ണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നിട്ട് അവൻ ചാടി എഴുന്നിട്ടിട്ട്, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുമ്പോഴേ ഈ ഒരു ക്ലയന്റിനും ദേഷ്യപ്പെടുന്നുണ്ടേ. ഞാനെന്തോ ചെയ്തത് നീ പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേ കണ്ണാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്തില്ലേ. ഇത് കേൾക്കുന്ന ബോസിലാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട്, കാരണം നീ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്, ഇത് നമ്മുടെ ക്ലയന്റ് ആണ്, നിനക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോഴേ കണ്ണാന്നുണ്ടെങ്കിൽ വല്ലാണ്ടായി പോവാണ്. അവൻ സോറി ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവനും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം നേരെ പോയിച്ചെന്ന് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അവൻ ഒരുപാട് ഡ്രിങ്ക് ചെയ്തായിരുന്നല്ലോ. അവൻ്റെ അടുത്തേക്ക് ആച്ചി വന്നിട്ട് തടവൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അന്ന് നമ്മുടെ കരൺ തിരക്കുന്നത് ക്ലയന്റിന്റെ കാര്യമാണ്. ക്ലയന്റൊക്കെ ഇപ്പോൾ അവിടുന്ന് പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ ആച്ചിയുടെ മറുപടി. കണ്ണാന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമിച്ചിട്ട് അടുത്തുള്ള സ്ഥലത്ത് പോയി ചെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്കാണെന്നുണ്ടെങ്കിൽ ബോസും വേറെ ഒരാളും കൂടി വരുന്നുണ്ട്. ബോസിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. ആ പയ്യൻ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചത്, അവൻ്റെ മനസ്സിൽ അവൻ എന്ത് കരുതി വെച്ചേക്കുന്നത്, അവൻ വലിയൊരാളാണെന്നോ, അവൻ്റെ ഒരു ഹാൻഡ്സം ലുക്ക് കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മളെ ഈ കമ്പനിയിൽ അവനെ എടുത്തത്. ആ ഒരു ഹാൻഡ്സം ലുക്ക് വെച്ചിട്ട് അവൻ എങ്ങനെയെങ്കിലും അത്
ഉപയോഗിക്കാനുള്ള ഇനി അവൻ എന്ത് പരിപാടിയാണ് ചെയ്തത്? ഇനി ആ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് എന്ത് പറയും? അല്ലേ തന്നെ അവൻ വെറും ഒരു വേസ്റ്റാണ്. അവൻ്റെ ലുക്ക് മാത്രമേ ഉള്ളൂ അവനുള്ളത്. അങ്ങനെ ഇത് പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് നമ്മുടെ കരണിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന കാരണം അവനെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അടുത്ത് തന്നെ ആച്ചിയുണ്ട്. ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആച്ചിയെന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് പിന്നെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് കാലുകൊണ്ട് അങ്ങ് തട്ടി താഴ്ത്തി ഇടുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുമ്പോഴേ ബോസും ആ ഒരാളും കൂടി നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോവാണ്. ആച്ചിക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആച്ചി അവിടുന്ന് പോകാൻ വേണ്ടി ഒരുങ്ങി ഇങ്ങനെ നടന്നു വരികയാണ്. കരണം നോക്കുമ്പോഴേ കരണം ഒരു ബെഞ്ചിൽ ഇങ്ങനെ കിടക്കുവാണ്. അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് അയാൾ കളഞ്ഞ ആ ഒരു ബുക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നോക്കിയേ, ഇത് സൂപ്പറാണ്, ഞാൻ ഇതൊക്കെ വായിച്ച് നോക്കി. നീ എത്ര നന്നായിട്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. നീ ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർ ആവുന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ പിള്ളേരും രക്ഷപ്പെടും. നോക്കിയേ, അത്രയ്ക്ക് നന്നായിട്ടാണ് നീ നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കരണിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ഓക്കെ, നിനക്ക് ഈ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നീ തന്നെ അങ്ങ് വെച്ചോളാൻ പറയണേ. ഇതേക്കുന്ന ആച്ചിയാണെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് നീ തന്നെ വെച്ചോ, നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതല്ലേ, എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും നിന്നെ കാണാൻ ഭയങ്കര ഹാൻഡ്സം ലുക്കാണ്, അതേപോലെ തന്നെ നിനക്ക് നന്നായിട്ട് തന്നെ ജോലി ചെയ്യാൻ അറിയാം. പക്ഷെ നീ എന്നെ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കരണിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കരണമെന്നുണ്ടെങ്കിൽ ഇല്ല ആച്ചി, എനിക്ക് ഈ നോട്ട്സിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും നാളെ തന്നെ എൻ്റെ ബോസ് എന്നെ ഹയർ ചെയ്യുന്നു. ബോസ് അങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ബോസ് ആ ഒരു ക്ലയൻറ്റിനെ വേണ്ടാന്ന് വെക്കും, എന്നാലും നിന്നെ പോലെ നല്ലൊരു വർക്കറിനെ വേണ്ടാന്ന് വെക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഞാൻ നിൻ്റെ അടുത്ത് താങ്ക്സ് പറയണം, നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ ആ ഒരു വൈൻ കുടിച്ചിട്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ്. കരഞ്ഞിട്ട് അവൻ്റെ മനസ്സിൽ അവൻ തിങ്ക് ചെയ്യുന്നത്, ഞാൻ ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരാൾ പോലും എൻ്റെ ഹാർഡ് വർക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം നോക്കി ഫൈനലി ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് താങ്ക്സ് വരെ പറയുന്നത്, ഇതുവരെ എൻ്റെ അടുത്ത് ഒരാൾ പോലും എൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം മനസ്സിൽ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇവനിങ്ങനെ കരയുന്നൊക്കെ കാണുമ്പോൾ ആച്ചിയാണെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പെണ്ണ് എടുത്തിട്ട് എൻ്റെ ഒരു സൂപ്പർ ഒരു പെണ്ണുണ്ട്, ഈ ഒരു പെണ്ണ് കൈ വെക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഡ് മെമ്മറീസ് ഒക്കെ ഇത് എറേസ് ചെയ്ത് കളയും, എന്നാൽ നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ കരണിന് കൊടുക്കുന്നുണ്ട്. കരണിന് കൊടുത്തിട്ട് അവനിങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രണ്ടുപേരും ഓഫീസിൽ ചെല്ലുന്നുണ്ട്. അന്ന് തൊട്ടാണ് നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ആച്ചിയെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. നമ്മുടെ കരൺ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആച്ചി പെണ്ണാന്നുണ്ടെങ്കിൽ ചെവിയുടെ അവിടെ വെച്ചിട്ട് പെണ്ണി നടന്ന് തിരക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്. കരൺ ഇത് ശ്രദ്ധിച്ചിട്ട് ആച്ചിന്ന് വിളിച്ചിട്ട് ഇതോ നിന്റെ ചെവി തന്നെ ഉണ്ടെന്ന് പറയാനേ. ഇവരിങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ പെരുമാറുന്ന കാണുമ്പോൾ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫീസിലുള്ള എല്ലാ കൊളീഗ്സിനും അവന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടുന്ന കോഫിയൊക്കെ ഇട്ട് വെക്കുന്നത്, അതേപോലെ തന്നെ പോയി ചെന്ന് പ്രിന്റിംഗ് മെഷീനകത്ത് പേപ്പർ നിറയ്ക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ഇവൻ എല്ലാവരെയും കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാൾ പോലും അവനെ കെയർ ചെയ്യുന്നില്ല. ഇവനെ ഒരാൾ കെയർ ചെയ്യാൻ വേണ്ടേന്ന് പറഞ്ഞിട്ട് ഫൈനലി നമ്മുടെ കരൺ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് നമ്മുടെ ആച്ചിയെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ അലാറം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വൈകുന്നേരം സമയമാണെന്നുണ്ടെങ്കിൽ പോയി ചെന്ന് വിൻഡോ ക്ലോസ് ചെയ്യും. ഇവൻ കോഫി എടുത്ത് കുടിക്കാൻ വരുന്നതിന് മുമ്പേ തന്നെ ഇവന് വേണ്ടിയിട്ട് കോഫി ഉണ്ടാക്കി വെക്കും. ഇവൻ ആ ഒരു കോഫിയൊക്കെ എടുത്ത് കുടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ദൂരത്ത് മാറുന്ന സന്തോഷിക്കും. അങ്ങനെയുള്ള കുറച്ചധികം മൊമെന്റ്സ് കടന്നു പോകുന്നുണ്ട്. ഫൈനലി വാലന്റൈൻസ് ഡേ വരുവാണ്. നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ 2 കൺസേർട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ ആച്ചിയുടെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങുവാണ്. അയ്യോ, ഞാൻ എങ്ങനെ അവനെ വിളിക്കുക, എങ്ങനെ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പരങ്ങി നിൽക്കുകയാണ്. ഓക്കെ, അവൻ്റെ അടുത്ത് പോയി സംസാരിക്കണം, റെഡി 1 2 എന്ന് പറഞ്ഞുകൊണ്ട് തിരിയുകയും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അയ്യോ, ഞാനെങ്ങനെ ഇവൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് കരൺ നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരണമെന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ പെന്നില്ല, എനിക്കൊരു പെന്ന് തരുമെന്ന് പറഞ്ഞ് കരൺ ചോദിക്കുമ്പോൾ ആച്ചിയാന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് പോയി ചെന്ന് പെണ്ണെടുത്ത് കൊടുക്കുന്നുണ്ട്. പെണ്ണ് വാങ്ങിച്ചപാടെ തന്നെ കരൺ തിരിഞ്ഞ് നടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒന്ന് നിന്നെ കരൺ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ കരണാണെങ്കിൽ സന്തോഷപ്പെടുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ഇവൻ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, ഇപ്പോൾ തന്നെ ഈ ഒരു കൺസേർട്ട് ടിക്കറ്റ് എടുത്ത് കാണിക്കുക എന്നുള്ള രീതിയിൽ പോക്കറ്റ് കയറുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആച്ചി ചോദിക്കുന്നത്, ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് എൻ്റെ ഒരു പാക്കറ്റ് പെന്നാണ് നീ തീർത്തിട്ടുള്ളത്, ഇനിയിപ്പോൾ ഇതും കൊണ്ട് കളയാൻ വേണ്ടി പോകണം, ഒരു മിനിറ്റ് ഒന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി ചെന്നിട്ട് ഒരു പെൻ ഹോൾഡർ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇത് വെച്ചോ, അതാകുമ്പോഴേ നിന്റെ പെന്നൊന്നും മിസ്സായി പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കരണിന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കരണിൻ്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ഫൈനലി വാലന്റൈൻസ് ഡേക്ക് ആച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കരൺ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, ആച്ചി എനിക്ക് നിൻ്റെ മേലുള്ള ഫീലിങ്സ് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് നമ്മുടെ ആച്ചിയാണ്. ആച്ചി ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുവാണ്. അവന് ഒരുമാതിരി എംബാരസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഓഫീസിലേക്ക് പോകണം, അവിടെ ചെല്ലുമ്പോൾ കരണിനെ ഫേസ് ചെയ്യണം, അതെങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചിട്ടാണ് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്കിന്ന് വരാൻ പറ്റത്തില്ല, എനിക്കിന്ന് തീരെ വയ്യ, ഇന്ന് എനിക്ക് ഡോക്ടറിനെ കാണാൻ പോകണമെന്നൊക്കെ. ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത അതേ വേഗത്തിൽ തന്നെ അതങ്ങ് ഡിലീറ്റ് ആക്കി കളയുന്നുണ്ട്. എന്തായാലും ശരി തന്നെ, കരണിനെ മീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, എന്നിപ്പോൾ ഓഫീസിൽ പോകാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ ഓഫീസിലേക്ക് വരുവാണ്.
ഇരിക്കുകയാണ്. അവൻ ലിഫ്റ്റിലാണ് പോകുന്നത്. ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ലിഫ്റ്റിന്റെ ഡോറാന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് വന്ന് ഇടിക്കുന്നുണ്ട്. ഇതെന്റെ ബാഡ് ഡേ ആണെന്ന് തോന്നുന്നു, എന്താ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഓഫീസിലേക്ക് വന്നിരിക്കുമ്പോൾ അവിടെ ദുജും പയ്യ റോക്കും കൂടി ഇന്ന് സംസാരിക്കുന്നതൊക്കെയാണ്. അവർ സംസാരിക്കുന്ന കാരനെ പറ്റിയിട്ടാണ്. കാരണം ഇന്ന് ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് ഒരു രസവും ഇല്ലാന്ന് പറഞ്ഞിട്ട് ദുജ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവിടുന്ന് റോക്കും പയ്യും കൂടി എഴുന്നേറ്റ് പോകേണ്ടി വരുമ്പോൾ നമ്മുടെ ആശി ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ കരൺ ആബ്സെന്റ് ആണോന്ന്. നീ അപ്പോൾ ഒന്നും അറിഞ്ഞില്ലായിരുന്നോ? നമ്മുടെ ഓഫീസിൽ നിന്ന് മീറ്റിംഗിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബോസും കാരണം കൂടി സിയാംബായിലേക്ക് പോയേക്കാണ്. എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ ആശിയാണെങ്കിൽ കരണിരിക്കുന്ന ആ ഒരു സീറ്റിലേക്ക് നോക്കിയിട്ട്, പിന്നെ നീ ശരിക്കും ഇവിടെ ഇല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ഒരുമാതിരി ഇരിക്കുകയാണ്. അടുത്ത സീൻ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ജിൻഡിയാണ്. ജിൻഡിയാന്നുണ്ടെങ്കിൽ ലൈബ്രറിയിലേക്ക് വന്നേക്കാണ്. വന്ന് നിൽക്കുന്നത് ഡേറ്റിങ്ങിനെ പറ്റി മാത്രമുള്ള ബുക്കുകളുള്ള ഷെൽഫിന്റെ അവിടെയാണ്. വന്ന് നിന്നിട്ട് ഓരോരോ ബുക്കായിട്ട് എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ ഇതിനെ പറ്റിയിട്ട് മാത്രമുള്ള ബുക്കുകളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അതിനകത്ത് 101 വഴികൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണത്. ആ ഒരു ബുക്കിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരാളെ എങ്ങനെ ഫ്ലേർട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഡേറ്റിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ജിൻഡി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ നിൽക്കുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്താ എനിക്ക് പറ്റിയത്, എനിക്ക് ശരിക്കും ഇപ്പോൾ ഹാലുസിനേഷൻ ഭയങ്കര അധികം കൂടുതലാന്ന് പറഞ്ഞിട്ട് ഇവ കണ്ണൊക്കെ തിരുമ്മിയിട്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിന്നു ഇവരെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കണം. അയ്യോ, അപ്പോൾ അത് ശരിക്കും മിൻ തന്നെയാണല്ലേ എന്ന്. മിന്നാന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറി വന്നിട്ട് ബുക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ, ആഹാ കൊള്ളാല, ഇങ്ങനെയുള്ള ബുക്കൊക്കെ വായിക്കുന്നു ചോദിക്കുമ്പോഴേ, ഇല്ലില്ല ഞാൻ ഇങ്ങനത്തെ ബുക്കൊന്നും വായിക്കാറില്ല, ഇത് ഇവിടെ ഇന്നിപ്പോൾ ജസ്റ്റ് നോക്കി അത്ര ഉള്ളതെന്ന് പറഞ്ഞിരിക്കുമ്പോഴേ നമ്മുടെ മിന്നാണെങ്കിൽ ആ ഒരു ബുക്ക് എടുത്തോണ്ട് വന്ന് നമ്മുടെ ജിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത നോവല് പ്രണയത്തിനെ പറ്റിയല്ലേ, എനിക്കറിയാന്ന് മിന്നു പറയുമ്പോഴേ, നിനക്ക് ഇങ്ങനെ അറിയാതെ നമ്മുടെ ജിൻഡ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബുക്കിന്റെ അടുത്തൊന്നും വന്ന് നിൽക്കത്തില്ലല്ലോ എന്ന് നമ്മുടെ മിന്നും. അങ്ങനെ നമ്മുടെ മിന്നാണെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജിൻഡയ്ക്ക് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റിങ്ങിന് പോകുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ഇതേക്ക് നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി ഇടുന്നുണ്ട്. അതേപോലെ തന്നെ സംസാരിക്കാൻ നന്നായിട്ട് തന്നെ പഠിക്കണം. ഇവനും അന്നേരം അതേപോലെയൊക്കെ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ചിരിക്കണം. ഇതേക്കുന്ന ജിൻഡയാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചിരിക്കുന്നുണ്ട്. നമ്മുടെ മിന്ന എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ ജിൻഡ അനുകരിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം മിന്നാന്നുണ്ടെങ്കിൽ ജിൻഡ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്കും ഡേറ്റിങ്ങിന് പോകാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ. ഡേറ്റിങ്ങിന് പോകാൻ ആഗ്രഹമോ? ഞാൻ ഡേറ്റിങ്ങിന് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ സംസാരിക്കാൻ അറിയോ, അതായത് ഈ റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാൻ അറിയോ എന്ന് മിന്നി ചോദിക്കുമ്പോൾ, റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം, എനിക്കതിനൊന്നും അറിയത്തില്ല, എനിക്ക് നോർമലായിട്ട് ഒരാളത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല, അപ്പോഴല്ലേ ഞാൻ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതൊക്കെ വിട്ട് കളഞ്ഞേക്കാനും മിന്നി പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരുപാട് ബുക്ക് വായിക്കുന്നുണ്ട്. അതായത് ഈ ഡേറ്റിങ്ങിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് റിസർച്ച് നടത്തുന്നുണ്ട് രണ്ടുപേരും കൂടിയിട്ട്. അതെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ജിൻ്റെ അടുത്ത്, എന്ന് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ എനിക്കൊരുമാതിരി ഡേറ്റിംഗ് ആയിട്ടാ ഫീൽ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജിൻ്റെയാന്നുണ്ടെങ്കിൽ എന്തോ നീ പറഞ്ഞാൽ ഡേറ്റിങ്ങോ? ഡേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇതെൻ്റെ ഫസ്റ്റ് ഡേറ്റിംഗ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബുക്ക് എടുത്തിട്ട് നമ്മുടെ ജിൻ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ ബുക്ക് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാണ്, ഞാൻ ഇതിന് പേ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇതെൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് വെച്ചതെന്ന് പറഞ്ഞിട്ട് ജിൻ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിൻ്റെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബാഗിനകത്തു നിന്ന് ഒരു ബുക്ക് എടുത്തിട്ട് നേരെ അത് മിന്നിന് നീട്ടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ഓട്ടോഗ്രാഫ് വരുമെന്ന്. ഇതിക്കുന്ന മിന്നാന്നുണ്ടെങ്കിൽ ഓട്ടോഗ്രാഫ് തരാനോ? ഫസ്റ്റ് ടൈമാണ് എൻ്റെ അടുത്ത് ഒരാൾ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ നീ വലിയൊരു സെലിബ്രിറ്റി ആവുമെന്ന്. നീ ആ ഒരു ഓട്ടോഗ്രാഫിൽ എഴുതുമ്പോൾ നിൻ്റെ ഫസ്റ്റ് ഫാൻ ജിൻഡ എന്ന് പറഞ്ഞ് എഴുതണമെന്ന് നമ്മുടെ ജിൻഡ പറയുന്നുണ്ട്. മിന്നാന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുവാണ്. അപ്പോൾ തന്നെ മിന്നാന്നുണ്ടെങ്കിൽ മെസ്സേജ് വരുന്നുണ്ട്. മിന്നാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട്, അയ്യോ ഡേറ്റിങ്ങിന് വരുന്ന ആൾക്കാരെ എന്തൊന്നും ചെയ്യില്ല, അത് ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്യുന്നുണ്ട്. ജിൻഡയുടെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ, അയ്യോ നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണോ എന്ന്. അപ്പം മിന്നാണെങ്കിൽ ഡേറ്റിങ്ങിന് വരുന്ന ആൾക്കാർ ലാസ്റ്റ് പോകുന്നിടത്ത് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യാറുണ്ട്, അപ്പോൾ പിന്നെ നമുക്കും അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് മിന്നാന്നുണ്ടെങ്കിൽ അങ്ങനെ ഹഗ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ജിൻഡയുടെ മൈൻഡിലാന്നുണ്ടെങ്കിൽ, അയ്യോ മിന്ന് എന്തോരം ക്യൂട്ടാണെന്നും പറഞ്ഞ് അവൻ എപ്പോഴത്തെയും പോലെ തന്നെ അവൻ അവിടെ എവിടെയൊക്കെയോ പൊങ്ങി പറന്ന് നടക്കുവാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ആശിയാണ്. ആശി എപ്പോഴത്തെയും പോലെ തന്നെ കോഫി കുടിക്കുന്ന ടൈം ആയിട്ടുണ്ട്. അവൻ എന്തൊക്കെയോ തിങ്ക് ചെയ്തുകൊണ്ടാണ് കോഫി ഉണ്ടാക്കുന്നത്. കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരുമാതിരി ഭയങ്കര കയ്പും അതേപോലെ തന്നെ ചൂടുമില്ല. അടുത്ത് നിന്നുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോക്ക് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ഇങ്ങനെ തന്നെ നടക്കുന്നത്. നോർമലി നിനക്ക് വേണ്ടിയിട്ട് വാട്ടർ ഹീറ്റ് ചെയ്ത് ഇടുന്നത് ഇവിടെ കറണ്ടാണ്, കറണ്ട് ഇപ്പോൾ ഇവിടെ അല്ലല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ആച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇവരിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞെന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ആച്ചിയാണെങ്കിൽ എല്ലാവർക്കും സ്റ്റാപ്ലെയർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തതിന് ശേഷം നേരെ വരുന്നത് നമ്മുടെ കറണ്ട് സീറ്റിലേക്കാണ്. അവിടെ വന്നിട്ട് സ്റ്റാപ്ലെയർ എടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ അവിടെ ഒരു നോട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കൊണ്ട്, അതായത് 3 ടൈം പറഞ്ഞ് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ്. തൊട്ട് താഴെ തന്നെ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ അവനൊരു പെൻ ഹോൾഡർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പെൻ ഹോൾഡർ ഉണ്ട് ഇത്ര നാളും അവൻ്റെ നിന്ന് വാങ്ങിച്ച ആ ഒരു പെന്ന് ഫുള്ളും അതിനകത്ത് വെച്ചേക്കൊണ്ട്. ആദ്യമൊന്നും നമ്മുടെ ആച്ചിക്ക് കാര്യമൊന്നും കത്തുന്നില്ല. അവൻ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും വീടായിട്ടുണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെ നേരെ അവൻ്റെ സീറ്റിൽ പോയി ചെന്നിരിക്കുകയാണ്. അപ്പോഴും അവൻ ആലോചിക്കുന്നത് ആ ഒരു നോട്ടിനെ പറ്റിയിട്ടാണ്. അതിനകത്ത് 3 ടൈം എഴുതിയിട്ടുണ്ട്.
പോയിട്ടുണ്ട്. ആ ഒരു 3 ടൈം എന്താന്ന്? അങ്ങനെ ഇവനിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് അങ്ങനെ വൈകുന്നേരം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അതായത് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നത് നേരെ ഇവനിരിക്കുന്ന ആ ഒരു സീറ്റിന്റെ സൈഡിലേക്കാണ്. അങ്ങനെ ഇവൻ ചെന്നിട്ട് അവൻ ഇരിക്കുന്നതിന്റെ അടുത്തായിട്ടുള്ള ആ ഒരു വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ സമയം നോക്കുന്നുണ്ട്. ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ കരണ് ആദ്യം എഴുതിയിട്ടേക്കുന്ന സമയമാണ്. അപ്പൊ അവന് മനസ്സിലാവുന്നുണ്ട് കരണ് എഴുതിയിട്ടേക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയമാണെന്ന്. എന്നിട്ട് അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ കരുണാന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്നിട്ട് ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുന്നത്. ഇവന്റെ മുഖത്തേക്ക് ആ ഒരു വെയിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കരൺ എപ്പോഴും അത് ക്ലോസ് ചെയ്യുന്നത്. പെട്ടെന്ന് അവനത് ആലോചിച്ചിട്ട് അവനങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവൻ ആലോചിക്കുന്നത് കോഫി കുടിക്കാൻ പോകുന്നതാണ്. കോഫി കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവൻ അവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ അവന് വേണ്ടിയിട്ട് ആ ഒരു വാട്ടർ ഹീറ്റ് ചെയ്തിട്ടേക്കും. എന്നിട്ട് കാരണം ഒന്നും അറിയാത്ത പോലെ തന്നെ അവന് കുടിക്കാനുള്ള ആ ഒരു കോഫി എടുത്തിട്ട് അവൻ നടന്നു പോകാറുണ്ടായിരുന്നു. അപ്പൊ എന്നും ആച്ചി ഇത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആച്ചിക്ക് അത് കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവൻ കറക്റ്റ് കോഫി കുടിക്കുന്ന ടൈമാണ് രണ്ടാമത് എഴുതിയിട്ടേപ്പുള്ളത്. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് അവൻ എപ്പോഴും ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈയും കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. കാരണം അവന്റെ മേത്തേക്ക് വന്ന് ഇടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഡോറ്. അപ്പോഴാണ് അവൻ ആലോചിക്കുന്നത് അവൻ രാവിലെ ഇറങ്ങി വന്നപ്പോൾ അവന്റെ കയ്യിലേക്ക് ആ ഒരു ഡോർ വന്ന് ഇടിച്ചേക്കുണ്ടായിരുന്നല്ലോ. അപ്പൊ അവന് ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ അവന്റെ പാലിലേക്ക് കാരണമല്ല ആ ഒരു ഡോർ വന്ന് അവന്റെ കയ്യിലേക്ക് രാവിലെ ഇടിച്ചെന്നുള്ളത് അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ മൂന്നാമത് എഴുതിയിട്ടേക്കുന്നത് ആ ഒരു ടൈമായിരുന്നു. അങ്ങനെ ഈ 3 കാര്യങ്ങളും ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. നേരെ നമ്മുടെ കരൺ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് കരൺ എഴുതി വെച്ചിട്ടുള്ള ടൈമൊക്കെ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന്റെ ടേബിളിന്റെ പുറത്ത് മാജിക് പെൻ എന്ന് പറഞ്ഞ നോട്ടുള്ള ഒരു ബോക്സ് കാണുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ ആച്ചയാണെങ്കിൽ കരൺ ഒരു പെണ്ണ് കൊടുത്തേപ്പുണ്ടായിരുന്നല്ലോ, നിന്റെ ബാഡ് മെമ്മറീസ് ഒക്കെ മായ്ച്ചു കളയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പെണ്ണും അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ആച്ചി അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. ഇപ്പോഴും നീ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചേപ്പുണ്ട്. അപ്പൊ ഞാനാണല്ലേ ഇത്രയും നാൾ കരന്റെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തോണ്ടിരുന്നത്. ഇവൻ എനിക്ക് അറിയായിരുന്നു അവൻ എന്റെ മേലെ ഫീലിങ്സ് ഉണ്ടെന്ന്. ഇനിയും ഞാൻ അവനെ വിഷമിപ്പിക്കുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വെച്ച് പിടിക്കുന്നുണ്ട്. നേരെ വരുന്നത് നമ്മുടെ പൈയുടെ അടുത്തേക്കാണ്. പൈയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്ലീസ് കരൺ എപ്പോഴാണ് വരുന്നത്, ആ ടൈം ഒന്ന് എൻ്റെ അടുത്ത് പറയൂ, അല്ലെങ്കിൽ എനിക്ക് അതിന് മുമ്പ് അവൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കണം പ്ലീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ പയ്യാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. അവള് ഓൾറെഡി തന്നെ ഇവർ രണ്ടുപേരും കൂടി ചേർത്ത് ഷിപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് തമ്മിലുള്ള മാറ്റർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾക്കും ഒരു ഉത്സാഹമുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ ഇവനെ നോക്കിയിട്ട് നേരെ ടാക്സിയിൽ ഇങ്ങനെ വരുവാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ടാക്സിക്കകത്ത് നമ്മുടെ റോക്ക് ഇരിപ്പുണ്ട്. റോക്കിനെ കണ്ടപാടെ തന്നെ പയ്യങ്ങ് ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങാണ്. നിന്റെ അടുത്ത് ആരാ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരാന്, ഞങ്ങൾ രണ്ടുപേരല്ലേ പോകാൻ തീരുമാനിച്ചത്, നീ എന്തിനാണ് ഇടയ്ക്കൂടെ കയറി വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ റോക്കാണെങ്കിൽ ഒരുമാതിരി ദേഷ്യപ്പെട്ടിട്ട് ഞാനല്ലേ ടാക്സി വിളിച്ചുകൊണ്ട് വന്നത്, അപ്പൊ എനിക്കും വേണ്ട, എനിക്കും അറിയണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന്, ഞാനും വരുമെന്നൊക്കെ. അങ്ങനെ ഇവര് തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശയാന്നുണ്ടെങ്കിൽ കരണിനെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വിഷമത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇവരെങ്ങനെയൊക്കെയോ ധൃതി പിടിച്ച് ആ ഒരു എയർപോർട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്ന പാടെ തന്നെ ആശി ഇനിയും 40 മിനിറ്റ് ബാക്കിയുണ്ട്, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ കരണ് വേണ്ടിയിട്ട് എന്നൊക്കെ പൈ പറയുമ്പോൾ ഓക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ദുർജാന്നുണ്ടെങ്കിൽ നമ്മുടെ പയ്യെ വിളിക്കുകയാണ്. വിളിച്ചപാടെ തന്നെ ദേഷ്യപ്പെടാണ്. നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത്, നിങ്ങൾ 3 പേരും കൂടി എന്നെ ഇവിടെ ഓഫീസിലാക്കിയിട്ട് പോയില്ലേ, ഞാനിവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എനിക്കിതൊന്നും അറിയത്തില്ല, നിങ്ങളിത് എവിടെ പോയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ പയ്യാണെങ്കിൽ ആശിക്കാന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കരണിൻ്റെ അടുത്ത് പറയണം, അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വന്നേക്കുന്നതിന്, അതൊക്കെ ഇവിടെ നിങ്ങൾ ഏത് എയർപോർട്ടിലാണ് വന്നതെന്ന് നമ്മുടെ ദുർജ് ചോദിക്കുമ്പോൾ പയ്യാന്നുണ്ടെങ്കിൽ ഒരു എയർപോർട്ടിന്റെ പേര് പറയുന്നുണ്ട്. അവിടേക്കാണോ വന്നത്, അവിടെയൊന്നും അല്ല കരൺ വരുന്നത്, കരൺ വരുന്നത് സുവർണഭൂമി എയർപോർട്ടിലാണ്, നിങ്ങൾ അവിടേക്ക് പോകാൻ പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ ആച്ചിയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നുണ്ട്. കാരണം ഇനി ടൈം ഇല്ല, ഇനി എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ടതെന്നൊക്കെ. അപ്പൊ നമ്മുടെ റോക്ക് പറയുന്നുണ്ട് എന്തായാലും നാളെ കരൺ വരുമല്ലോ, അപ്പൊ പിന്നെ നാളെ കരണിനോട്ട് സംസാരിച്ചാൽ പോരെ എന്നൊക്കെ. പയ്യാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ആച്ചിയെക്കാളും ഉത്സാഹം നമ്മുടെ പയ്ക്കാണ് കേട്ടോ. പയ്യന്തരം പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല, ആച്ചിക്ക് എന്തോ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട്, അത് ഇന്ന് തന്നെ സംസാരിക്കണമെന്ന്. അപ്പം നമ്മുടെ ആച്ചിയും പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, നാളെ സംസാരിച്ചോളാം, എന്തായാലും ഇത്രയധികം ടൈമായി, ഇനി എങ്ങനെയാണ് ആ ഒരു എയർപോർട്ടിലേക്ക് പോകുന്നത്, അപ്പോഴത്തേക്കും കാരണം അവിടുന്ന് വന്ന് പോകുന്നൊക്കെ. ഇതേക്ക് നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ ഇല്ല നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. നേരെ ബൈ ടാക്സി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. പക്ഷെ അയാളാന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ അവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. അയാൾ പറയുന്നത് പുറത്ത് നോക്കിയാൽ ഭയങ്കരധികം വെയിലാണ്, ആംബുലൻസ് ഒന്നും അല്ല ഞാൻ ഇത്ര സ്പീഡിൽ അവിടെ കൊണ്ടുപോയി ആക്കാൻ, എനിക്ക് ആ ടൈമിലൊന്നും അവിടെ നിന്ന് ചെല്ലാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പയ്യാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ കയ്യിൽ നിന്ന് അവിടെ കുറച്ചധികം പൈസ എടുത്തിട്ട് ആദ്യം പൈസ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇന്നാ ഈ ഒരു വണ്ടിയുടെ റെൻ്റാണ്, എന്നിട്ട് അടുത്ത പൈസ കൊടുത്തിട്ട് പറയുന്നുണ്ട് ദാ ഹെൽമെറ്റിൻ്റെ റെൻറ്റ്, ഇനി വാ ആച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൈ കയറിയിരിക്കുന്നുണ്ട്. ആച്ചിയും പിടിച്ച് കയറ്റി ഇരുത്തിക്കൊണ്ട് നമ്മളെ റോക്കിനെ ആ ഡ്രൈവറിനെ അവിടെ ആക്കിയിട്ട് നേരെ പോയി വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ഇവർ ഭയങ്കര സ്പീഡിൽ തന്നെ അങ്ങ് വെച്ച് പിടിക്കുന്നുണ്ട്. ഫൈനലി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് ആയിട്ട് അവിടെ അങ്ങ് നിന്ന് പോവാണ്. ആച്ചിയാന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും
നടക്കത്തില്ല എന്ന്. ആര് പറഞ്ഞു ഇതൊക്കെ നടക്കത്തില്ല? നടക്കുന്ന കാര്യമാണ്. ഇതോ അതാണ് എയർപോർട്ട്. നീ അവിടേക്ക് എത്രയും പെട്ടെന്ന് ഓടിച്ചെല്ല്. നീ ചെല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് കരണിനെ കാണാനും പറ്റും സംസാരിക്കാനും പറ്റുമെന്ന്. ആച്ചയെന്നുണ്ടെങ്കിൽ താങ്ക്സ് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് ഓടിപ്പോവാണ്. പയ്യെ അവളുടെ അടുത്ത് തന്നെ ഭയങ്കര അഭിമാനത്തോടു കൂടി തന്നെ അവളിങ്ങനെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഗൈസ്. ആരെങ്കിലും ലവ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെയുള്ള ഫീലിങ്സാണ് കിട്ടുന്നത്. അങ്ങനെ അവളിങ്ങനെ ആലോചിക്കുന്ന ടൈമിൽ അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബൈക്കിൽ നമ്മൾ റോക്കും ആ ഡ്രൈവറും വരുന്നുണ്ട്. ഡ്രൈവറിനെ കണ്ടപാടെ തന്നെ ഒരു വല്ലാത്തൊരു ചിരിയൊക്കെ നമ്മളെ പായി പാസ്സാക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ പായും റോക്കും കൂടി സംസാരിക്കുകയാണ്. പായത്ത് റോക്ക് ചോദിക്കുന്നുണ്ട് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർന്ന്. അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോവാണെന്ന്. ഇതേക്ക് നമ്മുടെ റോക്കാണെങ്കിൽ ശരിക്കും പറയുന്നുണ്ടല്ലേ പൈ, നീ ശരിക്കും ഒരു സ്പെഷ്യൽ മണ്ണാണ്. നീ എല്ലാവർക്കും വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും നിന്നെ സമ്മതിച്ച് തന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ. നീ ശരിക്കുമാണോ പറയുന്നതൊക്കെ നമ്മുടെ പയ്യൻ ചെയ്യുന്നുണ്ട്. ആ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നിന്നെപ്പോലെ കൂളായിട്ടൊരു പേഴ്സണെ ഞാൻ കണ്ടിട്ടില്ല. നീ എന്ത് കാര്യം ചെയ്താലും ഭയങ്കര കൂളായിട്ടേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോവാണ്. ശരിക്കും ഇനി ഇവർ തമ്മിൽ എപ്പോഴാണാവോ സെറ്റ് ആവുന്നത്. അതേസമയം ഇവിടെ കാണിക്കുന്ന ആച്ചിയാണ്. ആച്ചി എങ്ങനെയൊക്കെയോ ഓടി എയർപോർട്ടിനകത്തോട്ട് കയറുവാണ്. അത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ടൈം കഴിഞ്ഞു പോയിട്ടുണ്ട്. അയ്യോ ഒരുപാട് ടൈമായെന്ന് തോന്നുന്നു, ഞാൻ ശരിക്കും മിസ് ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് ആച്ചി അവിടുന്ന് പോകാൻ വേണ്ടി വരുമ്പോഴത്തേക്കും കുറേ നിന്നുകൊണ്ട് ആച്ചിന്ന് വിളിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരുമില്ല, നമ്മുടെ കരൺ തന്നെയാണ്. കരണമെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഡൗട്ടോട് കൂടിയാണ് ആച്ചിയെ നോക്കുന്നത്. ഇവനെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ആച്ചിയും കരണും പരസ്പരം അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരൺ ചോദിക്കുന്നുണ്ട് ആച്ചി നീ എന്താ ഇവിടെ എന്നൊക്കെ. അതോ ഇന്നലെ നൈറ്റ് കാണുന്ന കാര്യമില്ലേ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേക്ക് നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ഓ അതിൻ്റെ കാര്യം സംസാരിക്കാനാണോ. നീ ഒരു കാര്യം ചെയ്യ്, അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഞാനിത് വേണമെന്ന് വെച്ചിട്ടല്ല നിൻ്റെ അടുത്ത് സംസാരിച്ചേന്ന്. ഇതേക്ക് ആച്ചിയാന്നുണ്ടെങ്കിൽ ഇല്ല എനിക്കതങ്ങനെ മറന്നു കളയാനൊന്നും പറ്റത്തില്ല. എനിക്ക് നിൻ്റെ അടുത്ത് ശരിക്കും ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതെങ്ങനെ എനിക്ക് തിരിച്ച് പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എനിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്നായിരുന്നല്ലോ. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നമ്മുടെ കരൺ എന്തൊക്കെ നമ്മുടെ ആച്ചിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കരണങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. ആച്ചി നീ എന്തോ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കരണാന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വരുന്നുണ്ട്. ആച്ചിയാണെങ്കിൽ കരണിൻ്റെ അടുത്ത് കരൺ എനിക്ക് ശരിക്കും നിൻ്റെ മേലെ ഫീലിങ്സ് ഉണ്ട്. ആ ഒരു ഫീലിങ്സ് ഇപ്പോഴും എനിക്ക് തുറന്നു പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ശരിക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലൈക്ക് യു കരൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ആച്ചി ഭയങ്കര ടൈറ്റായിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. ഹഗ് ചെയ്തുകൊണ്ട് അവൻ ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ ആച്ചിയുടെ മൈൻഡിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കരണിനെ തൊട്ടിട്ടും കരണിൻ്റെ മൈൻഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന്. എനിക്കിപ്പോഴാണ് മനസ്സിലായത് ദൈവം എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു പവർ തന്നതെന്ന്. കരണിനെ പോലെ ദൈവത്തിൻ്റെ മകനായിട്ടുള്ള ഒരാളെ ഞാൻ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ദൈവം എനിക്ക് ഇങ്ങനെ ഒരു പവർ തന്നത്. ഇത് മനസ്സിൽ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ആച്ചിയെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് അവന് ഭയങ്കരമായിട്ട് കരയാണ്. അതിനുശേഷം രണ്ടുപേരും പിന്നെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഒരു ക്യൂട്ടായിട്ടുള്ള സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു എപ്പിസോഡ് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ആച്ചിയാന്നുണ്ടെങ്കിൽ കരനെ തെരഞ്ഞെറിഞ്ഞ് നടക്കത്തില്ലേ ആ ഒരു സീൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഓക്കെ ബേബ്സ് ടാറ്റാ ബൈ.